സാർ ഇതൊക്കെ വെറും കള്ളമാണ്. ഞാൻ ഇയാളോട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. സാർ പ്ലീസ്, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ ഒരു കോൺട്രാക്റ്റും ചെയ്യിച്ചിട്ടില്ല. ഇൻഫാക്ട് ഞാൻ ഇയാളോട് പറഞ്ഞിരുന്നു ഈ പേപ്പേഴ്സ് ഇന്ന് സൈൻ ചെയ്യാൻ കഴിയില്ലെന്ന്. സാറ് വായിച്ചു നോക്കാതെ പേപ്പേഴ്സ് സൈൻ ചെയ്യിക്കില്ലെന്ന് ഞാൻ. ഓ പ്ലീസ്, കള്ളം പറയരുത്. നീ അയാളോട് അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ബിക്കോസ് നീ ചെക്ക് ചെയ്യാൻ നോക്കുകയായിരുന്നു, നീ വിചാരിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ആ പേപ്പേഴ്സ് നിന്റെ രീതിക്കാണോ നിർമ്മിച്ചിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടി, നിന്റെ ഫേവറിലാണോ എന്ന് അറിയാൻ വേണ്ടി. പ്ലീസ് സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഇവർ പറയുന്നതാ കള്ളം. ഇനഫ്. നീ ഇങ്ങനെ കേൾക്കില്ല. നിന്റെ സത്യം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. ബട്ട് ആരെങ്കിലും അയാളെ പിടിക്കേ. പറടാ, നിന്നോട് ആരാ വിളിച്ചത്? ആര് പറഞ്ഞാ നീ ഇതൊക്കെ ചെയ്തേന്ന്? പറടാ. എന്താ നികിത പറയുന്നതാണോ സത്യം? ആലിയ പറയുന്നതാണോ സത്യം? നികിത നിനക്ക് 10% തരാന്ന് പറഞ്ഞോന്ന് ചോദിച്ചത് കേട്ടില്ല നിന്നോട്? മനോജ്, നീ പേടിക്കണ്ട. എന്താണോ സത്യം അത് ഏട്ടനോട് നീ തുറന്നു പറയേ. കാരണം നിനക്ക് നന്നായിട്ട് അറിയാലോ, നീ സത്യം പറഞ്ഞ ഏട്ടൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ നീ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിച്ച, കള്ളം പറഞ്ഞ പിന്നെ ഏട്ടൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നിന്നോട് പറയാനല്ല പറഞ്ഞത്. സർ, ഞാൻ പറയാം സർ. സർ, എനിക്ക് തെറ്റുപറ്റി സർ. എന്നോട് ക്ഷമിക്കണം സർ. എനിക്ക് പൈസയുടെ ഒരുപാട് അത്യാവശ്യം ഉണ്ടായിരുന്നു. വൈഫ് പറഞ്ഞു ഉത്സവത്തിന് ആഭരണം വാങ്ങണമെന്ന്, കുട്ടികൾക്കാണ് വണ്ടിയും വേണമെന്ന്. എനിക്കെന്റെ സാലറിയിൽ നിന്ന് ഇതൊന്നും മേടിക്കാനുള്ള പൈസ കിട്ടില്ല സർ. കഴിഞ്ഞ 2 വർഷമായിട്ട് അവരെ ഞാൻ പറ്റിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല സാർ. ഈ സാറിന്റെ സെക്രട്ടറി ശരിക്കും കള്ളിയാണ്. ഇവൾ ആദ്യം ഓഫീസിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പണത്തിന്റെ ആവശ്യമെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. പിന്നെ അതുപോലത്തെ ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ ആവശ്യങ്ങളും മുതലെടുത്ത് ഇവളുടെ വശത്താക്കുമായിരുന്നു സാർ. ഇവൾ എനിക്ക് 10% ഓഫറും തന്നിരുന്നു. ഞാനത് സ്വീകരിക്കുകയും ചെയ്തു. ഡീൽ എന്തെന്ന് വെച്ചാൽ ഇവള് പറയുന്ന എല്ലാ പേപ്പേഴ്സും ഞാൻ ഇവർക്ക് കൊടുക്കണമെന്ന്. സാർ ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത ഉടനെ സാറിന്റെ പ്രോപ്പർട്ടി മുഴുവൻ വിറ്റ് അവളുടെ അക്കൗണ്ടിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. സാർ, എനിക്ക് പൈസ ഒരുപാട് അത്യാവശ്യമായിരുന്നു. സാറിനെ ഇല്ലാതാക്കിയല്ല, സാറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഇവളാണ്. പിന്നെ ആലിയമ്മയുടെ ഇവളെ കൈയോടെ പിടിച്ചു, അതും എല്ലാ തെളിവോടും കൂടിയും. സാർ, അത് പിന്നെ ആലിമയുടെ അതെല്ലാം സത്യമാണ് സാർ. പിന്നെ ഈ നികിത പറയുന്നതെല്ലാം അതെല്ലാം കള്ളമാണ് സാർ. ഇവള് സാറിന്റെ നമ്പർ 1 ഫാനൊന്നുമല്ല, ശരിക്കും ഒരു കള്ളിയാണ്. സാറിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്റെ സർളെ, എത്ര നേരമായി ഞാൻ ചോദിക്കുന്നു. ചിലപ്പോ വസ്ത്രം മാറ്റാൻ പോകുന്നു, ചിലപ്പോ മറ്റെന്തെങ്കിലും ചെയ്യാൻ പോകുന്നു. പക്ഷെ ഇത്ര നേരമായിട്ട് അവിടെ എന്താ സംഭവിച്ചെന്ന് ആരും പറയുന്നില്ല. ആലിയും തനു അവരവിടെ എന്ത് ചെയ്തു? അമ്മ ചോദിക്കുക അവരെന്തൊക്കെയാ ചെയ്യാത്തതെന്ന്. എനിക്ക് അവിടെ പോവാനേ താല്പര്യമില്ലായിരുന്നു. അഭി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അമ്മയ്ക്കറിയോ, അവർ സ്വന്തം അതിരുകൾ തന്നെ കടന്നിരിക്കുന്നു. തല കറങ്ങുന്നു. ജാനകി, പോയിട്ടൊരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടുവന്നേ. പക്ഷെ സർല, എന്നോടൊരു കാര്യം പറയണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ പ്രിയയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ടാണോ പോയത്? ഇനി തനുവും ആലിയയും കൂടി അവളെ അവിടെ എന്തെങ്കിലും ചെയ്താലോ? നീയോ അവിടെ ഇല്ല. നമ്മുടെ കുഞ്ഞവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ലേ? അമ്മയാണോ പ്രിയയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? അല്ല, അമ്മയ്ക്കല്ലായിരുന്ന ആഗ്രഹം പ്രിയ എപ്പോഴും അഭിയുടെ അടുത്ത് ഉണ്ടാവണമെന്നും അവന്റെ ഒപ്പം ജോലി ചെയ്യണമെന്നും. അമ്മയെല്ലാം അറിഞ്ഞിട്ടും എന്നോടെന്താ പറയാഞ്ഞേ? എന്നിട്ടിപ്പ എന്നോട് ചോദിക്കാണോ ഞാൻ പ്രിയെ അവിടെ വിട്ടിട്ട് എന്തിനാ വന്നേന്ന്? അമ്മ ഇതെന്താ കുട്ടിക്കളിയാണോ? എന്റെ ആഗ്രഹം അവർ എത്രയും പെട്ടെന്ന് പരസ്പരം അടുക്കണമെന്നാണ്. കാരണം അഭിയുടെ ഓർമ്മകൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? എല്ലാം വളരെ എളുപ്പമാണെന്നോ? അമ്മയ്ക്ക് വയസ്സായി, അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. വയസ്സായത് നിനക്കാണ്. ഞാൻ ഇപ്പോഴും ചെറുപ്പമാ. എന്റെ തലമുടി മാത്രമേ വെളുത്തിട്ടുള്ളൂ. മനസ്സിപ്പോഴും ചെറുപ്പമാണ്, ചെറുപ്പം. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഭിയും പ്രിയയും ഒപ്പം ഉണ്ടായിരിക്കണമെന്ന്.
അവരുടെ സ്നേഹം കൂടണം, അവയുടെ ഓർമ്മകൾ പെട്ടെന്ന് തിരിച്ചു വരണം. അതിന്റെ അർത്ഥം അമ്മ അവിടെ പോയാ അമ്മ ഇത് മാത്രമേ നോക്കുള്ളൂ. പ്രിയയും അഭിയും തമ്മിൽ റൊമാൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന്. എനിക്ക് റൊമാൻസ് ആണ് ഏറ്റവും ഇഷ്ടം. ഞാൻ കാണുന്ന സിനിമയും റൊമാൻറ്റിക് ആയിരിക്കും. ഇതാ വെള്ളം കുടിക്ക്. അമ്മ എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. അഭിയും പ്രിയയും എന്നും ഒന്നായിരിക്കണമെന്ന്. അമ്മയ്ക്കറിയാലോ എത്ര സ്നേഹത്തോടെയാ, എന്തൊക്കെ ആഗ്രഹത്തോടെയാ നമ്മൾ പ്രിയയുടെ അഭിയുടെ കല്യാണം നടത്തിയത്. നമ്മൾ കരുതി അവൾ എന്നും അവളുടെ രാജകുമാരനോടൊപ്പം സന്തോഷവതിയായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇന്നും എന്റെ മനസ്സിൽ തോന്നുന്നത് അവൾ ഇവിടെ വരണ്ട, എന്നും അഭിയുടെ കൂടെ ഉണ്ടായിരുന്നാ മതിയെന്ന. അഥവാ അവൾ ഇവിടെ വന്നാലും അഭിയുടെ ഒപ്പം വരണം, ഒറ്റയ്ക്ക് വരരുത്. ഓ എന്റെ സർലേ, ഒന്ന് മതിയാക്കൂ. ഇന്ന് നിനക്ക് കരയാനുള്ള കോട്ടയുണ്ടല്ലോ, അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി കരയാനുള്ളത് നാളെ ആക്കാം. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടല്ലല്ലോ വന്നത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ജാനകി, ചെന്ന് വല്ലതും കഴിക്കാൻ കൊണ്ടുവരൂ. ആ, കഴിച്ചിട്ട് സംസാരിക്കാം അമ്മേ. കരയാതിരിക്കേ, എല്ലാം നന്നായി വരും. മുകളിൽ ഒരാളിരിക്കയല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. ഇനിയെങ്കിലും പറയൂ, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? എന്റെ മെഹന്തിയിൽ എനിക്ക് തോന്നാത്ത സന്തോഷാ. ആ പ്രിയയുടെ കരഞ്ഞ മുഖം കാണുമ്പോ എനിക്ക് തോന്നുന്നത്, ഓ മൈ ഗോഡ്, നീ വേഗം പറ, എനിക്ക് പുറത്തു പോയി ബാക്കി തമാശ. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത് സ്വീറ്റ് ഹാർട്ട്. കുറച്ച് സമാധാനപ്പെട്, ക്ലൈമാക്സിന്റെ ടൈമായി. ക്ലൈമാക്സ്? അപ്പൊ ഇനിയും സീൻസ് ബാക്കിയുണ്ടോ? ഹാ, അതിന് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. എന്റെ ഹെൽപ്പ്? ഞാൻ എന്ത് ചെയ്യാനാ? നോക്ക്, എനിക്ക് അധികം സമയമില്ല. ഞാൻ പുറത്തു പോവാണ്. ഈ നാടകം എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. നീ പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്ത് പറയണം ഇവിടെ വലിയൊരു മോഷണം നടക്കുന്നുണ്ടെന്ന്, പിന്നെ മോഷ്ടാവിനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. മോഷണം നടന്നോ? ആരാ മോഷ്ടാവ്? ഞാൻ പ്രിയയുടെ കാര്യമാണ് പറഞ്ഞത്. ഓ, ഐ എം സോറി. ഓ ഗോഡ് തനു, സംടൈംസ് യു ആർ ജസ്റ്റ് അൺബിലീവബിൾ. വേഗം വേഗം പോലീസിനെ വിളിക്ക്. അവരോട് പെട്ടെന്ന് തന്നെ ഇവിടെ വരാൻ പറയും. ഞാൻ പുറത്തു പോയി ആ പ്രിയയുടെ കാര്യം നോക്കാം. അവളെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ എന്തെങ്കിലും ഇമോഷണൽ പ്ലാൻ നടത്തിയാലോ? അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ എല്ലാ പ്ലാനും ഇല്ലാതെയാവും. എല്ലാ ആലയും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയപ്പോ? നീ അത് ചെയ്തേ പറ്റൂ. ആഫ്റ്റർ ഓൾ അവള് നിന്റെ ശത്രു അല്ലേ? ഓക്കെ. സാർ, ഞാൻ സാറിനോട് മുഴുവൻ സത്യവും പറഞ്ഞു കഴിഞ്ഞു. എന്റെ എല്ലാ തെറ്റും സമ്മതിച്ചു സാർ. എന്നെ ഇതിൽ കുടിക്കിയത് ഇവളാണ്. എന്റെ ആവശ്യത്തെ ഇവൾ മുതലെടുക്കുകയായിരുന്നു. എനിക്ക് പൈസയൊന്നും വേണ്ട. സാർ എന്നോട് ക്ഷമിച്ചാൽ മാത്രം മതി. സാർ പ്ലീസ് സാർ, എന്നെ പോകാൻ അനുവദിക്കണം. വെറുതെ കള്ളം പറയുന്നോടാ. നികിത ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊക്കെ നിന്റെ പ്ലാനിംഗ് അല്ലേ? നീ ഫ്രോഡ് ചെയ്യാൻ ശ്രമിച്ചതല്ലേ? നീ പിടിക്കപ്പെട്ടപ്പോൾ ആ തെറ്റ് മുഴുവൻ നികിതയുടെ തലയിലും. നീ ഇവിടുന്ന് സത്യം പറയാതെ പുറത്തു പോകാന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് മര്യാദയ്ക്കെല്ലാം പറയുന്നതാണ് നല്ലത്. നീ പറയുന്നുണ്ടോ? പറയാനാ പറഞ്ഞത്. നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ... ഏട്ടൻ ഇതെന്താ ചെയ്യുന്നത്? ഞാൻ ഏട്ടനോട് പറഞ്ഞതല്ലേ, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. മനോജും പറഞ്ഞതല്ലേ ഇവനോട് എങ്ങനെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പറഞ്ഞതെന്നും. എന്നിട്ടും ഏട്ടൻ ഇവനെ അടിക്കുകയാണോ? ഇപ്പോഴും ഏട്ടന് ഞങ്ങൾ പറയുന്നത് വിശ്വാസമല്ലേ, ഇവള് പറയുന്നതാണോ വിശ്വാസം? ഏട്ടൻ ഇതിന്റെയൊക്കെ കാരണം ഏട്ടൻ ഇവൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തതാണ്. ഏട്ടൻ ബ്ലൈൻഡ്ലി ഇവളെ ട്രസ്റ്റ് ചെയ്യുക. ഏട്ടൻ സ്വന്തം കണ്ണിലെ മറ മാറ്റേണ്ടിയിരിക്കുന്നു ഏട്ടാ. കാരണം സത്യം എന്താണെന്ന് ഏട്ടൻ തിരിച്ചറിഞ്ഞേ പറ്റൂ. ആലിയ, ഞാൻ കുട്ടിയൊന്നുമല്ല സത്യവും കള്ളവും തിരിച്ചറിയാതിരിക്കാൻ. സത്യമാണ് ഏട്ടന് കാണാൻ പറ്റാത്തത്. ഏട്ടാ ഒന്നും പറഞ്ഞു തരുമോ? ഈ പേപ്പേഴ്സിൽ എന്താ ഇവളുടെ പേര് എഴുതിയിരിക്കുന്നത്? ഏട്ടനാണോ എഴുതിച്ചത്? ഞാനാണോ എഴുതിച്ചത്? അതോ വീട്ടിലുള്ള ആരെങ്കിലും ആണോ എഴുതിച്ചത്? ആരാ ഏട്ടാ? അതോ എന്തിന്? ഒരു അന്യ വ്യക്തിയെ ഇത്രയും സ്വന്തമായി കാണാൻ പാടില്ല. കാരണം അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന് എന്തെങ്കിലും പറ്റുമേട്ടാ. അഥവാ ഏട്ടൻ ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്തിരുന്നെങ്കിൽ പിന്നെ നമുക്കൊന്നും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ഈ കാണുന്നതെല്ലാം തന്നെ ഇവളുടെ പേരിലായനെ. അതുകൊണ്ട് ഐ എം സോറി ടു സേ, ഇവളെ ഇവൾക്ക് പറ്റിയ സ്ഥാനത്ത് തന്നെ എത്തിക്കണം. ഇവൾക്ക് ഇവൾ ചെയ്തതിന്റെ ശിക്ഷ ലഭിക്കണം. ഇനി ഇവള് ജയിലിൽ തന്നെ പോകും. നീ പോലീസിനെ എങ്ങനെ വിളിച്ചോ? അച്ഛമ്മ, ഞാൻ പോലീസിനെ വിളിക്കാതെ പിന്നെ ഇവളുടെ ലോയറിനെ ഇവിടേക്ക് വിളിക്കണം.
നീ ഇതെന്താ ചെയ്തത്? പോലീസിനെ എന്തിനാ വിളിച്ചത്? ഇത് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ? സത്യവും കള്ളവും നമുക്ക് കണ്ടുപിടിക്കാം. നീ എന്തിനാ ഇവൾക്ക് ഇത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഒരുങ്ങിയത്? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നില്ല എന്താ ശരി എന്താ തെറ്റെന്ന്? എനിക്ക് ഇവളോട് പേഴ്സണലി യാതൊരു ശത്രുതയുമില്ല. ഞാൻ പോലീസിനെ വിളിച്ചത് ഇവൾക്ക് ശിക്ഷ നൽകാനുമല്ല. ഞാൻ ഇവിടെ പോലീസിനെ വിളിച്ചത് ഇക്കാര്യത്തിൽ ഇവളുടെയോ എന്റെയോ രീതിയിലല്ലാതെ നിയമത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ശിക്ഷയും കിട്ടണം. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? ഇതൊക്കെ വീട്ടിൽ വെച്ച് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ചെറിയ കാര്യമാണെന്നോ? അല്ല, ഇത് കോടികളുടെ കാര്യമാണ്. ഇത്രയും വലിയ ഫ്രോഡ് കാര്യങ്ങൾ ഇവള് ചെയ്യുമ്പോ പോലീസിനെ വിളിക്കാതെ പിന്നെ? നിങ്ങളിൽ നിഖിത ആദിത്യ ആരാണ്? സാറ് വന്നത് എന്തായാലും നന്നായി. ദാ ഇവളാണ്. ആലിയ, നമ്മൾ ഇവൾക്ക് ഒരു അവസരമെങ്കിലും കൊടുക്കണ്ടേ? ചിലപ്പോൾ ഇതെല്ലാം ഈ അക്കൗണ്ടന്റ് തന്നെ ചെയ്തതാണെങ്കിലോ? പിന്നെ കോൺട്രാക്ടിന്റെ പേരും പറഞ്ഞ് നികിതയുടെ കയ്യിൽ സൈൻ ചെയ്യാൻ കൊടുത്തു വെച്ചാണെങ്കിലോ? ഏട്ടാ, അതുകൊണ്ടല്ലേ പോലീസിനെ വിളിച്ചത്. ഇനി അഥവാ ഇവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് ഇവളെ വെറുതെ വിടും. അതുകൊണ്ട് ഇവളെ പോലീസിനെ ഏൽപ്പിച്ചേ മതിയാവൂ. ലെറ്റ് ദം ഡിസൈഡ് വാട്ട് ദ ട്രൂത്ത് ഈസ്. ഇൻസ്പെക്ടർ സർ, പ്ലീസ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഇൻസ്പെക്ടർ സർ, പ്ലീസ് ദേവി ഇവളെ അറസ്റ്റ് ചെയ്യരുത്. ഇത് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ? ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം സർ. മിസ്റ്റർ അഭിഷേക്, ഇവർ നിങ്ങളോട് ഫ്രോഡാണ് ചെയ്തത്. ഈ കേസിന് പോലീസിന്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്യും. എക്സാക്ട്ലി മൈ പോയിന്റ്. ഇവള് നമ്മളോട് വലിയൊരു കള്ളത്തരമാണ് ചെയ്തത്. പ്ലീസ് അറസ്റ്റ് ഹർ. ഇവളുടെ കയ്യിൽ വിലങ്ങിടും. ചേച്ചി, ഇതൊക്കെ ചേച്ചി എവിടെയാ കൊണ്ടുപോകുന്നേ? ഇൻസ്പെക്ടർ, എന്തുപറ്റി? ചേച്ചിയെ കൊണ്ടുവന്ന എന്തിനാ? ഇവരുടെ പേരിലുള്ള കുറ്റം അഭിഷേക് മേനോനെ വഞ്ചിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവർ ചതിയിലൂടെ മുഴുവൻ പ്രോപ്പർട്ടീസും ഇവരുടെ പേരിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. ഇൻസ്പെക്ടർ നോക്കൂ, വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് സംഭവിച്ചിരിക്കുന്നത്. എനിക്കിവരെ നന്നായിട്ട് അറിയാം. ഇവരങ്ങനെ ചെയ്യില്ല. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. നോക്കൂ ഇൻസ്പെക്ടർ, ഞാൻ പറഞ്ഞില്ല ഇവര്. മിസ്റ്റർ, നിങ്ങൾക്ക് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി. വരൂ. ഇൻസ്പെക്ടർ, ചേച്ചി. അബി, 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 എന്താ ഇതൊക്കെ? അബി, എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? നീ ഇതൊന്നും കാണുന്നില്ലേ? അത് നിന്റെ സെക്രട്ടറിയാണ്. നീയല്ലേ അവരെ അപ്പോയിന്റ് ചെയ്തേ? അതും വിശ്വസിച്ച്. എന്നിട്ടിപ്പോ എന്താ പറ്റിയേ? അബി, നിന്നെക്കാൾ നന്നായി അവരെ മറ്റാർക്കും അറിയില്ല. നീ ആര് പറയുന്നത് കേൾക്കണ്ട. നിന്റെ മനസ്സിനോട് ചോദിക്ക്. നിന്റെ മനസ്സെന്താ പറയുന്നേ? നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ അവരങ്ങനെ ചെയ്യുന്നു? നോക്ക്, എനിക്കറിയാം നിന്റെ മനസ്സെന്താ പറയുന്നതെന്ന്. എൻ്റെ മനസ്സും അത് തന്നെ പറയുന്നേ. അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നെ നീ ഇതെങ്ങനെയാ അവരെ? അഭി, നീ എപ്പോഴും പറയാറില്ലേ അവർ നിന്നെ എന്തുമാത്രം റെസ്പെക്ട് ചെയ്യുന്നു, എത്രത്തോളം കെയർ ചെയ്യുന്നു. പിന്നെ അവർ നിന്നെ ചതിക്കുന്നു നിനക്ക് എങ്ങനെയാ തോന്നുന്നേ അഭി? അഭി, ഞാനിതൊക്കെ നിന്നോടാ ചോദിക്കുന്നേ. നീ ആൾക്കാരെ നന്നായി മനസ്സിലാക്കുന്ന ആളല്ലേ? പിന്നെ നീ എന്താ അവരെ മനസ്സിലാക്കത്തെ? അവരുടെ മനസ്സിലെന്താ നീ തിരിച്ചറിയാത്തെന്താ? അൺബിലീവബിൾ. ഏട്ടനെ മാത്രമല്ല, ഇപ്പൊ പ്രണവിനെ അവള് സ്വന്തം വശത്താക്കി. എന്നുവെച്ചാ ഒരാൾക്ക് എങ്ങനെയാ ഇത്രയും ക്രൂക്കഡ് ആവാൻ കഴിയുന്നത്? പ്രണവ് വളരെ സ്മാർട്ട്, വളരെ ഇന്റലിജന്റ് പയ്യനാണ്. അവൻ ഇങ്ങനെയുള്ള പെൺകുട്ടികളിൽ നിന്ന് ഏട്ടനെ അകറ്റി നിർത്തുമായിരുന്നു. എന്നിട്ട് ഇന്ന് അവൻ തന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്നു.
ആക്ച്വലി ഇതിൽ പ്രണവിന്റെ തെറ്റൊന്നുമില്ല. അവളുടെ ഗെയിം പ്ലാൻ എന്തായിരുന്നു എന്ന് ഈ പാവത്തിന് എങ്ങനെ അറിയാനാ? എത്ര ഓണസ്റ്റ്, എത്ര സിമ്പിൾ, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് എപ്പോഴും നടന്നിരുന്നേ. പക്ഷെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഇവള് രണ്ടുപേരും വശത്താക്കി. ഇത്തരം പെൺകുട്ടികളുടെ ടാലന്റിനെ സമ്മതിച്ചേ പറ്റും. കാണാൻ പാവം പോലെ ഇരിക്കുകയും ചെയ്യും, ചെയ്തു കൂട്ടുന്നത് വളരെ വലുതും. ഇതേപോലെ പുറത്ത് എത്ര പേരെ കുടുക്കിയിട്ടുണ്ടെന്ന് അറിയാം. നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്താ ആലി അടിക്കാൻ പോവാണോ? നോക്ക്, നികിത ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ നീ എന്റെ സെക്രട്ടറിക്ക് വേണ്ടി എന്റെ അനിയത്തെ കൈവയ്ക്കാൻ നോക്കുന്നോ? അഭി, അത് നിന്റെ സെക്രട്ടറി അല്ല. അത് നിന്റെ ട്രൂ ഫാനാണ്. നീയല്ലേ പറഞ്ഞത് അവരുടെ ഫാമിലി നിന്റെ ഫാമിലിയെ പോലെ തന്നെയാണെന്ന്? എന്നിട്ട് ഇവൾ അവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ നീ ഇതൊക്കെ കേട്ടോടെ നിൽക്കുകയാണ്. അഭി, നിനക്ക് എന്താ പറ്റിയേ? എനിക്കിപ്പോ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ. അഭി, ഈ സെല്ലടക്കി. വാവ്, നീ ഇത് എവിടെന്നാ വാങ്ങി? ഇന്നലെ സാറിന്റെ ഡിസൈനറിനെ ഫോൺ ചെയ്ത് ഓൺലൈനിൽ സെലക്ട് ചെയ്ത് വാങ്ങിപ്പിച്ചതാ. നിക്കു, ദിസ് ഈസ് ടു ഗുഡ്. ഹൗ ഡെയർ യു! ഞാൻ നിന്നെ ഹലോ സെക്രട്ടറി, ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഗബ്ബർ സിംഗിനെ പോലുണ്ട്. ഗബ്ബർ സിംഗോ? ഓക്കെ, ഇതെങ്ങനെയുണ്ട്? ജോണി ലിവറിനെ പോലുണ്ട്. ജോണി ലിവർ? ജോണി ലിവർ. പിന്നെ നിനക്ക് ടോം ക്രൂസിനെ കാണണോ? ടോം ക്രൂസ് കണ്ടോ? എനിക്കൊന്നും കണ്ട. നിനക്ക് കണ്ടിട്ട് പോ. അല്ല നികിത, ഇന്നാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള മെഹന്തി എന്റെ കയ്യിൽ പതിഞ്ഞത്. ഞങ്ങൾ വീണ്ടും ഒന്നാകുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇങ്ങനെ വീണ്ടും അകറ്റാനായിരുന്നെങ്കിൽ എന്തിനാ അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് എത്തിച്ചത്? എന്റെ തലയിൽ കള്ളക്കുറ്റം ചുമത്താനാണെങ്കിൽ എന്തിനാ എന്റെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചത്? പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഈ ലോകം എന്നെ എന്ത് പറഞ്ഞാലും അദ്ദേഹം എന്നെ നിരപരാധിയായിട്ടാ വിശ്വസിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് എപ്പോഴും വിശ്വാസമുണ്ട് ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന്. എന്റെ കയ്യിൽ മെഹന്തിയും നെറ്റിയിൽ സിന്ദൂരം ഉള്ളപ്പോ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അദ്ദേഹം വരും. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും അദ്ദേഹം വരും.